കച്ചവടം ഉണ്ടാവുക. കൊടുക്കുന്നവൻ അവന്റെ ലാഭം നോക്കുമ്പോൾ വാങ്ങിക്കുന്നവൻ അവന്റെ ലാഭം നോക്കുന്നതിൽ എന്തേ തെറ്റ്? വില കുറച്ച് കിട്ടുന്നിടത്തുനിന്ന് പർച്ചേസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പൗരനുണ്ടല്ലോ, അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ എന്നതാണ് പൊതുവിൽ എന്ത് ചെയ്തത് ഉയർന്നു വന്ന ചോദ്യം. ന്യായമായ ഒരു വാദഗതിയാണ്, അതിൽ നമുക്ക് നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സാമൂഹികമായും മതപരമായും ഇത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത് ഈ ചെറുകിട വ്യാപാര രംഗത്ത് ലക്ഷക്കണക്കിന് ഈ സമീപകാലത്ത് 1.25 ലക്ഷത്തോളം കടകളാണ് അടഞ്ഞു പോയിട്ടുള്ളത്. വ്യാപാര രംഗത്ത് നിന്ന് അടച്ചുപൂട്ടപ്പെട്ടു പോയത് ഈ സമീപകാലത്ത് കണക്കെടുക്കുമ്പോൾ 1 ലക്ഷത്തിനേറെ കടകളാണ്. നിലവിൽ ലക്ഷക്കണക്കിന് കടകളും സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഈ ഓൺലൈനുകളും കുത്തകകളും ഒക്കെ വില കുറച്ച് നൽകുന്നതിന്റെ കാര്യം പോലും. എന്തുകൊണ്ട് വിലക്കുറവുണ്ടാകുമെന്ന് മനസ്സിലാക്കണം. ഒരു ഉൽപ്പന്നം വിൽക്കുന്നിടത്ത് മത്സരം ഉണ്ടാകുമ്പോഴാണ് വിലക്കുറവുണ്ടാവുക. ഒരാൾ 35 വിൽക്കും, ഒരാൾ 36, ഒരാൾ 33. ഈ വിലക്കുറവ് ഉണ്ടാവുന്നത് മാർക്കറ്റിൽ മത്സരം ഉണ്ടാകുമ്പോഴാണ്. ഇത് നമുക്ക് ഉപകാരമാണ്. പക്ഷേ ഈ ചെറുകിട വ്യാപാരങ്ങൾ നിലനിൽക്കുന്നിടത്ത് പഞ്ചസാര 36 രൂപയ്ക്കാണ് ഒരു ചെറുകിട വ്യാപാരി വിൽക്കുന്നത് എങ്കിൽ ഓൺലൈൻകാരൻ അത് കുറച്ച് കാണിക്കേണ്ടി വരും. 33 രൂപയ്ക്ക് തരാം എന്നവൻ പറയേണ്ടി വരും. നിങ്ങൾ ആ 3 രൂപ ലാഭത്തിന് അയാളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ തകർന്നു പോകുന്ന ചെറുകിട വ്യാപാര മേഖലയാണ്. അവർ തകർന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ പറയാം. അവരങ്ങനെ തകർന്നു പോയാൽ സ്വാഭാവികമായിട്ടും കുത്തകകളിലേക്ക് ഇത് കേന്ദ്രീകരിക്കപ്പെടും, കോർപ്പറേറ്റുകളിലേക്ക് ഇത് കേന്ദ്രീകരിക്കപ്പെടും. അങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നിർണ്ണയിക്കുന്ന വിലയ്ക്ക് നമ്മൾ മേടിക്കേണ്ടി വരും. 100 രൂപയാണ് എന്ന് പറഞ്ഞാൽ, കാരണം വേറെ വിൽക്കാനില്ല, മത്സരമില്ല. അങ്ങനെ മത്സരമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇവർ കുറച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ നന്മയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പെട്രോൾ എന്തുകൊണ്ട് വില കുറയ്ക്കുന്നില്ല? പെട്രോൾ കച്ചവടം കോർപ്പറേറ്റുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. 3, 4, 5 കമ്പനിക്കാരെ അതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ കച്ചവടം ചെയ്യുന്നുള്ളൂ. എനിക്ക് കൂടുതൽ കച്ചവടം വേണം, ഞാൻ 2 രൂപ കുറച്ച് പെട്രോൾ വിൽക്കാൻ പോകുന്നു എന്നൊരുത്തം മത്സരിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും ആരോഗ്യപരമായ മത്സരം ഉണ്ടായാൽ നമുക്ക് നേട്ടമല്ലേ? കുറഞ്ഞു കിട്ടൂലേ വില? ഇല്ല. കോർപ്പറേറ്റുകൾ അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അവർക്കിടയിൽ ധാരണയുണ്ട്, വില കുറയ്ക്കില്ല അവർ. ഈ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഭരണകൂടം ബഡ്ജറ്റ് വന്നല്ലോ. ബഡ്ജറ്റ് വന്നപ്പോഴും 5% വിദേശ കുത്തകകൾക്ക്, വൈദേശിക മുതലാളിമാർക്ക് അവരുടെ ടാക്സിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അവർക്ക് സാധനം ഇറക്കി ഇന്ത്യയിൽ വിൽക്കാനുള്ള 5% ഇറക്കുമതിയിൽ ഇളവ് വരുത്തുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് ഇവർക്ക് ബാധ്യതയാണ്. ഇലക്ഷൻ നടത്താനും പാർട്ടി ഫണ്ടിലേക്കും സ്വകാര്യമായി പാരിതോഷികങ്ങളായിട്ടും രാഷ്ട്രീയക്കാർ വാങ്ങിച്ചു കൂട്ടുന്നതിന്റെ പ്രതിബദ്ധതയുണ്ടല്ലോ, ചോറിന് നന്ദി അവർ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ആ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ നമ്മളുമോ അതിനുവേണ്ടി മത്സരം 10 പൈസക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് ഈ കുത്തകകളെ. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഇവിടുത്തെ ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള അന്തരമാണ്. ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 70%-വും 10% വരുന്ന അതിസമ്പന്നന്മാർ കയ്യിൽ വെച്ചിരിക്കുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം. ആ സമ്പന്നനെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ മത്സരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഈ ചെറുകിടക്കാർ നശിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലില്ലാതെ പുറത്തു വരും. രണ്ടാമത്തെ പ്രശ്നം അതാ. ഇത്രയും ആൾക്കാർ എങ്ങനെ നമ്മൾ